ഓക്കെ സ്റ്റാർട്ട് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കട്ട് പറഞ്ഞോണ്ടല്ലോ കട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അത് ഞാൻ കട്ട് അങ്ങനെയാണ് എന്റെ കുഴപ്പം. എനിക്ക് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് അറിയാലോ അല്ലേ. ആദ്യം തൊട്ട് അങ്ങനെ തന്നെ തുടങ്ങുവാടാ. തുടങ്ങിയോ? അത് പറഞ്ഞു ഒന്നും നോക്കണ്ട. നമുക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള ലൈസൻസ് ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടന്നു. ഇലക്ഷനൊക്കെ ഭയങ്കര ഇലക്ഷനാണ്. ഇലക്ഷൻ സൂപ്പറാണ്. ഇലക്ഷൻ ശശിയാണ്. BJP കക്കൂസി തിരിവെന്നൊക്കെ 6 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ പഴങ്ങനി വിജയൻ അതൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞത്, ഇവിടെ 3 കാൻഡിഡേറ്റ് 3 സ്ട്രോങ് പാർട്ടീസ് മത്സരിക്കുമ്പോൾ ഒരു വോട്ട് പോരാ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നമ്മുടെ ഇലക്ഷൻ ആയിരുന്നു. എത്ര വോട്ട് കിട്ടിയെന്നൊക്കെ ഒന്ന് പറയാം. എനിക്ക് 220 വോട്ട് കിട്ടി. 220 ആളുകളുണ്ട് ഈ മണ്ഡലത്തിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ. ഈ സിസ്റ്റം തന്നെ മറിച്ചിടാൻ ആഗ്രഹിക്കുന്നവർ 220 പേരുണ്ട്. 220 പേര് ആഗ്രഹിക്കുന്നവർ പിന്നെ ഉണ്ട്. പക്ഷേ എല്ലാവരും വോട്ട് ചെയ്ത് കാണത്തില്ല, അത്രേ ഉള്ളൂ. അത് വേറെ രീതിയിൽ മനസ്സിലാക്കുന്നതും അത് താല്പര്യപ്പെടുന്നവരായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും വോട്ടായില്ലെന്നുള്ളതാണ്. അത് പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം അതല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നങ്ങളെ പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഇതായിരിക്കും പണി. അപ്പോൾ ആദ്യത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വോട്ട് 3 കാൻഡിഡേറ്റ് ഇരിക്കുമ്പോൾ 33% വോട്ടോ 34% ഉള്ള ആളുകൾ ഭൂരിപക്ഷം അല്ല. ഭൂരിപക്ഷം ആൾക്കാരെന്ന് പറയുന്നത് 66% ബാക്കിയുള്ളവരാണ്. അവർ ഇയാളെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടാത്തൊരാളെങ്ങനെയാണ് ഭരിക്കുന്നത്? ഭൂരിപക്ഷം ആകുന്നില്ലല്ലോ. 50% മേളിൽ പോയാലാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 51 വോട്ട്, 100-ൽ 51 വോട്ട് കിട്ടുമ്പോൾ അവർ ജയിച്ചു, സമ്മതിച്ചു, കൊള്ളാം. പക്ഷേ 100-ൽ 33 വോട്ട് കിട്ടിയ ആളെങ്ങനെയാണ്, 34 വോട്ട് കിട്ടിയ ആളെങ്ങനെയാണ് ബാക്കി 66% ഭരിക്കാനുള്ള പ്രാപ്തനാകുന്നത്? മെജോറിറ്റി അല്ലല്ലോ അത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വോട്ട് വേണം. മാത്രമല്ല 3 വോട്ടെന്ന് പറഞ്ഞ സമയത്തും 3 കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോലും എനിക്ക് 2-ൽ 1 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ശരിക്കും ഉള്ളത്. 2-ൽ 1 ഓപ്ഷൻ, മനസ്സിലാകുന്നുണ്ടോ? 3-ൽ 1 ആ ഓപ്ഷൻ തെറ്റാ, മനസ്സിലായോ? എനിക്ക് 2 വേണം. 2 വോട്ട് ഞാൻ ചെയ്യണം. ആ 2 വോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ 2 ഇലക്ഷൻ നടത്തേണ്ടി വരും ഇവിടെ. അല്ല നമ്മൾ ഈ മറ്റേ സെക്കൻഡ് ഓപ്ഷൻ അത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ വേറൊരു എന്തോ പറയുന്ന അൽഗോരിതമോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്തൊന്നും കറക്റ്റായിട്ട് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ കണ്ടെത്താൻ 3 പേരിൽ 4 പേര് 5 പേരായാൽ പിന്നെ അതിലും പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നിശ്ചിത പെർസെൻറ്റേജിൽ താഴെയുള്ള ടൈപ്പ് വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് 5 പാർട്ടിയാണെന്ന് വിചാരിക്കുക, സ്ട്രോങ് പാർട്ടി. അപ്പോൾ 20% വോട്ടായിട്ട് കുറഞ്ഞു ഒരു പാർട്ടിക്ക് ഷെയർ. ഒരാൾ 21% വോട്ട് നേടിയല്ല, 21 മതി ഈക്വലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ. 21% ഒരു വോട്ട് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ നാട് ബാക്കി 80% ആൾക്കാർക്ക് വേണ്ട അയാളെ, അവർ ഭരിക്കുമോ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 2ാമത് ഇലക്ഷൻ നടത്തണം. എന്നുവെച്ചാൽ ആ ഫസ്റ്റ് സെക്കൻഡ് കിട്ടി അവർ തന്നെ വരണം, ഒറ്റ വോട്ടേ ഉള്ളെങ്കിൽ. അല്ലേ 2 വോട്ടെന്നോ 3 വോട്ടെന്നോ 4 കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വോട്ടെന്നൊക്കെ പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് അതിനെ എന്തെങ്കിലും തരത്തിലുള്ള മാത്തമാറ്റിക്കൽ തിയറി വെച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും പൊളിറ്റിക്സും സോഷ്യോളജി ബയോളജി സുവോളജി ഒന്നും നടക്കത്തില്ല. പിന്നെ പറ്റും, ഇപ്പോൾ ഈ പറഞ്ഞ AI ഉപയോഗിച്ച് വല്ലതും ഒക്കെ ചെയ്യാൻ പറ്റും. അല്ല, അപ്പോഴും മാത്തമാറ്റിക്സാണ്, എല്ലാം കണക്കാ. എന്നാലും നല്ലൊരു കണക്ക് വേണ്ടേ? അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് ഇത് മാത്രം. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ കൂടെ പറ്റിയുള്ള അവസ്ഥ എന്ന് ഓർത്തേക്കുക. നമ്മൾ ട്രാൻസ്പെറൻസി പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഗവൺമെൻറ് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുന്നു ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുമെന്ന് പറയുന്നിടത്ത് ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ പറയാൻ പറ്റുന്നില്ല. ഞാൻ ധൈര്യമായിട്ട് പറയത്തില്ല ആർക്കാ വോട്ട് ചെയ്തതെന്ന്. അതെന്തുകൊണ്ടായിരിക്കും ആൾക്കാർ പറയാത്തത്? അതിനകത്ത് എന്തോ ഭയങ്കര രഹസ്യ സ്വഭാവം വേണമെന്ന് എവിടെ നിന്നാണ് പഠിച്ചത്? മറ്റേ പാർട്ടിക്കാർ ഞാനിപ്പോൾ വോട്ട് ചെയ്യുന്ന ആൾ ജയിച്ചില്ലെങ്കിൽ ആ ജയിച്ച ആൾ നമ്മളെ വേറെ രീതിയിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കും, പക്ഷാഭേദം കാണിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ. അല്ലെങ്കിൽ എല്ലാവർക്കും ഓപ്പണായിട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ ആ പേടി എങ്ങനെ ഉണ്ടാകുന്നത്? ആ പേടിയുണ്ട്. അതിനർത്ഥം എന്താ? ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഈ പറയുന്നത്? നമ്മൾ ആരെയും അപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ആര് വോട്ടൊക്കെ ചെയ്യും? നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതിഷേധമോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിയോജിപ്പോ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അയാൾ ജയിച്ചു പോയെന്ന് വിചാരിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ അയാളോട് എന്തുകൊണ്ട് ഓപ്പണായിട്ട് ഇത് ആർക്കും പറയാൻ പറ്റുന്നില്ല? അതെന്ത് പേടിയാ? അവിടെ അതിനകത്ത് കുഴപ്പമില്ല. എല്ലാവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ അളിഞ്ഞ ഭയവും ഇതിൻ്റെ കറപ്ഷനും എല്ലാം ഉള്ളിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർക്കറിയാം ഇവിടെ ജയിച്ചു പോയിട്ട് ഞാൻ അയാൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയാനുള്ളൊരു മാന്യത കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തിരിച്ച് ആ മാന്യത കാണിക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ഒരു പാർട്ടി ഭരിക്കുമെന്ന് വിചാരിക്കും. ഇപ്പോൾ പാർട്ടികളാണല്ലോ ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ രീതിയിൽ ഭരണങ്ങളും ആ പാർട്ടിയിലുള്ളവർക്ക് മെച്ചവും കാണുന്നുണ്ട്. അതാണ് ഈ പിൻവാതിലും മുൻവാതിലും ഒക്കെ നടന്നു പോയത്. പിന്നെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഏരിയകൾ നന്നാവും,
ഇവിടുത്തെ അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ മെച്ചപ്പെടും, അവർക്കൊക്കെ സാമ്പത്തികമായ പല നേട്ടങ്ങളുണ്ട്, സ്വാധീനമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും പക്ഷാഘാതം കാണിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ ആരാ ഭരിക്കുന്നത്? ഒരു പാർട്ടി ഭരിക്കും. അപ്പോൾ ഇതിനകത്ത് മാറ്റം വേണം. ഇങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല. ഇതെന്തൊരു തെണ്ടിത്തരോ, അത് തന്നെ തുടരുന്നു. വേറൊരു ഓപ്ഷൻ ഇല്ലെന്നുള്ളൊരു ധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒരൊറ്റ വോട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു ചിന്താഗതി ഇതിനകത്ത് കിടക്കുന്നത്. ഇങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഇതല്ലെങ്കിൽ അത്, ഈ രണ്ടെണ്ണത്തെ നിൽക്കുക ഇങ്ങനെ. അങ്ങനല്ലത്, രണ്ടൊന്നും അല്ല, ഒരു 10-100 എണ്ണം ഉണ്ട് വെറൈറ്റി. ഇതിനകത്തൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? അത്രയും സാധ്യത ഉണ്ട്. ഇപ്പോൾ ഞാനീ പറഞ്ഞ ഗവർണൻസ് ട്രാൻസ്പെറൻ്റ് ആകാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഈ IT കാരോടും AI ഡെവലപ്പേഴ്സിനോടൊക്കെ ചോദിച്ചു, അവർക്കെല്ലാം സിമ്പിളാണെന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രൊജക്ട് എടുക്കാത്തത്? എല്ലാവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടേ നമ്മളൊരു വർക്ക് ചെയ്യുന്നത്? എല്ലാവരുടെയും കാര്യം ഒന്നും ഇതിനകത്ത് ജീവനക്കാരുടെ കാര്യം വരെ എളുപ്പമാകും. ജോലിക്കാർ വരെ ഈസിയായിട്ട് ജോലി ചെയ്യാൻ പോവുക. ഈ ഓഫീസിലൊക്കെ ഇരുന്ന് മുരഞ്ഞ് ഒരു ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. എളുപ്പം നടത്തണം എല്ലാം. അപ്പം ശരി, കട്ട് പറയണ്ട കേട്ടോ.